മൈ ചാനൽ. ഇന്നലെ നമുക്ക് ഈവനിങ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഈവനിങ്ങിൽ വന്നതാണ്, പക്ഷെ ഞങ്ങളത് അൺബോക്സ് ചെയ്തില്ല. ഞങ്ങൾ ഇന്നലെ എംബ്രാൻ കാണാൻ പോയായിരുന്നു. എംബ്രാൻ കാണാൻ പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. ഋതു വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു പ്രോഡക്റ്റ് ആയിരുന്നു അല്ലേ? എന്ത് വരുന്നത്? ഐസ്ക്രീം മോൾഡ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണാം. ചൂടൊക്കെ ആയതുകൊണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് എടുത്തോണ്ട് വാ. കിട്ടിയോ പ്രോഡക്റ്റ്? ഓക്കെ, ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ആരുടെ പ്രോഡക്റ്റാ? ആരുടെ പ്രോഡക്റ്റാ? ഓക്കെ, അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തോ. ഇതാണ് നമ്മുടെ ഐസ്ക്രീം മോൾഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐസ്ക്രീം മോൾഡ്. ഇത് ഐസ്ക്രീം മോൾഡ് അല്ല, ഐസ് മോൾഡ്. ഐസ് മോൾഡ്, കുൽഫി മോൾഡ്. ഇനി ഈ പ്രോഡക്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ ഇതങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 6 എണ്ണം ഉണ്ട്. അത് തന്നെ 6 മോൾഡ് ഉണ്ടല്ലേ. ഇനി ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലോ? ഉപയോഗിച്ച് നോക്കുന്നതിന് ഫസ്റ്റ് വാഷ് ചെയ്യും. ഋതു വാഷ് ചെയ്യോ ഞാൻ വാഷ് ചെയ്യണോ? ഞങ്ങൾ കൊള്ളാലോടാ. ഋതു നമ്മൾ രണ്ടുപേരും ഡ്രസ്സ് ഒരേ കളറാണോടാ? നീ ശ്രദ്ധിച്ചായിരുന്ന? അത് ശരിയാ, ഐസ്ക്രീമിന്റെ അതിന്റെ കളറും ഏകദേശം നമ്മുടെ ഉടുപ്പിന്റെ കളറ് പോലെ ഉണ്ട്. ആദ്യം ഞങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം മാത്രം വെച്ച് നമുക്കൊന്ന് ഐസ് സെറ്റാക്കി നോക്കാം. ആ ടൈമിൽ നമുക്ക് വേറെ ഐസ് കുൽഫി ഉണ്ടാക്കാം അല്ലേ? വേറെ കുൽഫി നമുക്ക് ഉണ്ടാക്കി അത് തണുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുവരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേര്. പഞ്ചസാര ഉണ്ടാടോ? അപ്പോഴത്തെ പഞ്ചസാര എടുക്കണ്ടോ? ഋതു പോയി പഞ്ചസാര എടുത്തോണ്ട് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് കുൽഫിക്കുള്ള പരിപാടികൾ തുടങ്ങി വെക്കാം. ആദ്യമായി ഒരു ബൗളിൽ കുറച്ച് പാലെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. 1 ലിറ്റർ പാലിലാണ് ഞാനിവിടെ കുൽഫി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ലിറ്റർ പാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായി ഇളക്കുക. അടി കട്ടുപിടിക്കാത്ത രീതി നന്നായി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഇതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ മധുരം ചേർക്കുക. കാരണം ഐസ് ആകുമ്പോഴത്തേക്ക് മധുരം കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നോർമൽ മധുരത്തിനേക്കാളും കൂടുതൽ മധുരം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റോളം ഇത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കുറുക്കിയെടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ബദാമും പിസ്തയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി യോജിപ്പിക്കുക. യഥാർത്ഥ ഒരു കുൽഫിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ നട്ട്സ് ചേർക്കണം. അടിപൊളി ടേസ്റ്റാണ് നട്ട്സും കൂടെ ചേർത്ത് നമ്മളിത് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മുകളിലേക്ക് ഒഴിച്ചു വെക്കുക. പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിരുന്നില്ല. ഇതിൻ്റെ പ്രൈസ് വെറും 126 രൂപയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് വാങ്ങിക്കാം. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. 1 ലിറ്റർ പാൽ കൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരു 10 മോഡൽ ഒഴിക്കാവുന്ന അത്രയും കിട്ടും. ഇവിടെ ഞങ്ങൾക്ക് 6 മോഡലേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഉള്ളത് ഋതു കഴിക്കുകയാണ്. ഋതു പറയുന്നത് ഇപ്പോൾ തന്നെ ഇത് അടിപൊളിയാണെന്നാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കുൽഫിയുടേത്. ഇത് അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ്, ഒറിജിനൽ കുൽഫി പോലെ തന്നെ ഉണ്ടായിരുന്നു. ബൈ.